തിരുവനന്തപുരം പാറശാലയിൽ മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ബിവറേജസ് ഔട്ട്ലെറ്റിൽ യുവാവിന്റെ അതിക്രമം. രാത്രി 9 മണിക്ക് ശേഷം ബിവറേജസ് അടച്ച സമയത്താണ് യുവാവ് മദ്യം വാങ്ങാനെത്തിയത്. ഔട്ട്ലെറ്റ് അടച്ചതിൽ പ്രകോപിതനായി പ്രീമിയർ കൗണ്ടറിന്റെ വാതിലിന്റെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചു. അതിക്രമം തടയാൻ ശ്രമിച്ച ഓഫീസ് അറ്റൻഡന്റ് പ്രദീപിന് നേരെയും ആക്രമണമുണ്ടായി. ജീവനക്കാരനെ ആക്രമിച്ച ശേഷം പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോപാൽ ശിലാസനൽ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഈ പ്രതി ആളൊരു തികഞ്ഞ മദ്യപാനി ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് മദ്യം കിട്ടാതെ വന്നതോടുകൂടി ആള് മനോനില തെറ്റി പ്രകോപിതനാവുകയായിരുന്നു അല്ലേ? ആര്യ, തിരുവനന്തപുരം പാറശാലയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാറശാലയിലെ 1001 നമ്പർ ബീവറേജ് ഔട്ട്ലെറ്റിൽ രാത്രി 9 മണിയോടുകൂടി ഔട്ട്ലെറ്റ് അടയ്ക്കുകയുണ്ടായി. ഔട്ട്ലെറ്റ് അടച്ചതിന് ശേഷം ഏകദേശം 9:10 ഈ പ്രതി അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങോട്ടേക്ക് എത്തുകയും മദ്യം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് അറ്റൻഡന്റ് സമയം കഴിഞ്ഞുവെന്നും മദ്യം നൽകാൻ കഴിയുകയില്ല എന്നും പറയുകയുണ്ടായി. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഇയാൾ കയ്യിലിരുന്ന താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലെറ്റിന്റെ പ്രീമിയം കൗണ്ടർ അടിച്ചു പൊട്ടിക്കുന്നത്. തുടർന്ന് ഇയാൾ അവിടെ തടയാൻ ശ്രമിച്ച ഓഫീസ് അറ്റൻഡന്റ് പ്രദീപിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തനിക്ക് മദ്യം ലഭിച്ചേ മതിയാവൂ എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളിലും കൃത്യമായി തന്നെ ഇയാൾ ഈ കൗണ്ടർ അടിച്ചു പൊട്ടിക്കുന്നതും അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഓഫീസ് അറ്റൻഡന്റിനെ ആക്രമിക്കുന്നതും അതിനുശേഷം കടന്നു കളയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും പരിക്കേറ്റ പ്രദീപിന്റെ മുഖത്തേക്കാണ് ഇയാൾ താക്കോൽ ഉപയോഗിച്ച് ആഞ്ഞ് കുത്തുന്നത്. അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. ഓക്കെ, ഗോപാൽ ശിലാസനലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.